കുടയായി നിവർന്നു നീ നോവാറാതെ തോരാതെ പെയ്കേ തുഴയോളങ്ങൾ പോൽ നിൻ കടവത്തൊന്നു ഞാൻ തൊട്ടുമെല്ലെ കാറ്റേ ചില്ലയിതിൽ വീശണി കാറേ ഇലയിതിൽ പെയ്യണി മെല്ലെ തീരവിതിലോളങ്ങളോളങ്ങളായി നീ വരൂ ഉയിരിൽ തലോടിടും ഉയിരായിടും നാം ഒരു നാൾ കിനാക്കടലിൽ ചെന്നടയുമിരുനിലാ നദിയായാരും കാണാ ഹൃദയതാരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു തുടരുമോ ഇവിടെ ഉമ്മാനോട് അഡ്മിറ്റ് ചെയ്തിരുന്നു. കജി പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓ. ചങ്ങായി പൈസ ഒക്കെ യോജന ആവാനാണ്. ആര് തരാൻ എന്നെ എത്തിക്കാനും അറിയില്ല. ചങ്ങായി 85,000 റുപ്യ ഉണ്ട്. ആര് ചോദിച്ചതിനാ ഒന്നും കിട്ടില്ല. എന്താ ചെയ്യാ? ഹലോ റംഷാദാ, ആസിഫാടാ. ആസിഫേ, ഞാൻ നാട്ടിലുണ്ട്. പൈസ എന്താ? പൈസ എല്ലാവരും റിസ്ക്കാണ്. വെള്ളടെ പോകും മറിക്കാനും ഞാൻ ഒന്നുമില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാം. ആ ശരി, ഒരാൾ എടാ യാസ്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കാണ്ടാവും. ഉണ്ടാവൂടെ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. ഉണ്ടാവില്ല, ഒന്നുമില്ല എൻ്റെ അടുത്ത്. എന്തായാലും വണ്ടി എടുക്കുക, എന്നെ വീട്ടിലേക്കാന്നാണ് പോയി. പോർത്തിട്ടാ പോർത്തേന്ന് ഞാനും വല്ലാത്ത ചെയ്തോട് പറഞ്ഞാലോടാ. ഷാലടാ, എന്റെ അടുത്ത് കുറച്ച് പൈസ ഫണ്ട് ശരിയായിട്ടുണ്ട്. ഞാൻ എടുക്കും. എടാ സുൽത്താന, ആസിഫാടാ. ആ പറയും. ഫണ്ട് ആവശ്യ 85,000 രൂപ. നിനക്ക് തറക്കമല്ല ഓളണ്ടാ? നോക്കട്ടെ, എന്റെ അടുത്ത് ഉണ്ടാവും അറിയില്ല. നോക്കട്ടെ, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാ ശരി. എന്തിരിക്കണേ? കൊടുത്തു. ഞാൻ കൊടുത്തു. പോയി
എന്താണോ അരുണ ആസിഫാണ്. ആ ഇങ്ങോട്ട് എൻ്റെ അടുത്തൊരു 20,000 രൂപ ഉണ്ട്. ഞാനിപ്പോ തൃശ്ശൂർ പോവാണ്. നീ ഒരു കാര്യം ചെയ്ത് ഞാൻ അജിത്തിന്റെ അടുത്ത് കൊടുക്കാം, നീ അവന്റെ അടുത്ത് മേടിച്ചോ. ഓക്കെ ഓക്കെ ഞാൻ പോയിട്ട് വരാം. ആടോ ആടെ പോയിട്ടോ. അരുണിനെ വിളിച്ചിരുന്നതാ. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. നേരം ഞാൻ ചെയ്തേക്കാം. ഞാൻ നിന്നെ വിളിക്കാം. പൈസ എല്ലാവരോടും ഒന്നും എടുത്ത് 85,000 രൂപ എനിക്ക് തരക്ക് വല്ല ഓർമ്മ. ഫുഡ്സൊക്കെ ഞാൻ നോക്കി. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടത്. നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല അയാൾ. കുറച്ച് ഒരു സൈക്കോസിസും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും ഒരു കൂടിക്കലർന്നൊരു സ്വഭാവമുള്ള ഒരാളാണ്. പുറത്ത് കാണിക്കുന്ന പോലെയൊന്നല്ല നമ്മൾ ടെസ്റ്റിലൊക്കെ വന്നത്. അയാളുടെ ക്യാരക്ടറിന് പല സമയത്തും പല പോലെയാണ്. കുറച്ചുകൂടി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇയാൾ എത്രയും പെട്ടെന്ന് കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. സൊസൈറ്റിക്കും ബാക്കി പുറത്ത് വിട്ട് കഴിഞ്ഞ ആൾക്കാർക്കും ചിലപ്പം എന്തെങ്കിലും ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടർ പോലെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞൊരു സൈക്കോ പോലെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അയാൾക്ക് ഒരുപാട് പണം കൊടുത്തു വിടാതിരിക്കുക. എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുക. അരുണെന്ന് പൈസ ആശുപത്രി കൊടുത്ത് എനിക്ക് എന്തോ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. അതെ അത് കൊടുക്കേണ്ടിയിരുന്നില്ല തോന്നുന്നു. ആവശ്യം നടക്കണ്ടേ? എന്നെ വർത്താനം ശരിയായില്ലല്ലോ. ശരിയില്ല എന്ത് ശരിയല്ലാതെ ആവശ്യത്തിന് പൈസ ഉപയോഗിക്കേണ്ടത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ആവശ്യം നടക്കും. ഇയാൾക്ക് ഇപ്പൊ എവിടെയാണുള്ളത്? അജിത്ത് എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ആ ഞാനിപ്പോ തൃശ്ശൂർ പോവാണ്. നീ ഒരു കാര്യം ചെയ്ത് ഞാൻ അജിത്തിന്റെ അടുത്ത് കൊടുക്കാം, നീ അവന്റെ അടുത്ത് മേടിച്ചോ.